കർണാടക അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ലോറി ഡ്രൈവറായ മലയാളിയും കോഴിക്കോട് സ്വദേശിയായ അർജുനായി രക്ഷാപ്രവർത്തനം തുടരുന്നു. അർജുനടക്കം 15ഓളം പേരാണ് മണ്ണിനടിയിൽ കുടുങ്ങിയത്. കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുന്നുവെന്ന് MK രാഘവൻ MP പറഞ്ഞു. അരുൺ പൂപ്രമ്പ ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട് കക്കോടിയിലെ അർജുന്റെ വീട്ടിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്നും തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. വീണ്ടും അഭിജിത്ത് മുഴക്കുന്നിലേക്ക്. അഭിജിത്ത്, കുടുംബത്തിന് എന്തെങ്കിലും പുതിയ വിവരം കിട്ടിയിട്ടുണ്ടോ? എന്താണ് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? നിലവിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഈ കുടുംബത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അർജുൻ്റെ കണ്ണാടിക്കലുള്ള വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കാര്യവിവരങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ടാണ് അദ്ദേഹം ഈ വീട്ടിലേക്ക് എത്തിയത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കുടുംബം ഏറ്റവും ഒടുവിൽ പറയുന്ന കാര്യം ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. കാര്യമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അത് ഏറെക്കുറെ യാഥാർത്ഥ്യമാണ്. കാരണം അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ വന്നിരുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനായി സാധിച്ചത് ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് പരിഹരിക്കപ്പെടുന്നത് ഈ തടസ്സം നീക്കുന്നതിനാണ്. മറിച്ച് ഈ അർജുൻ കുടുങ്ങിക്കിടക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഭാഗത്ത് കാര്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളത്. അഭിജിത്ത് മുഴക്കെന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഇപ്പോൾ അർജുന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ബന്ധുക്കളുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. നേരത്തെ MK രാഘവനും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. KC വേണുഗോപാലും തുടർച്ചയായി ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് അറിയിച്ചു. പക്ഷേ അങ്കോളയിൽ രക്ഷാപ്രവർത്തനം ശുഭകരമായല്ല പുരോഗമിക്കുന്നത് എന്നതാണ് കുടുംബത്തിന്റെ പരാതി. അഭിജിത്ത് വീണ്ടും ചേരുന്നുണ്ട്. അഭിജിത്ത്, പറഞ്ഞോളൂ. വേണു, ഞാൻ ഈ ദൃശ്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. തൊട്ടു മുൻപ് പുറത്തു വന്ന ആ ദൃശ്യങ്ങളിൽ കാര്യമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. പലതവണ ഈ ജനപ്രതിനിധികൾ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർണാടക സർക്കാരുമായി ചേർന്നുകൊണ്ട് ഒരു രക്ഷാപ്രവർത്തനം നടത്താനുള്ള എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ള മറുപടി കുടുംബത്തിന് നൽകിയതാണ്, മാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകിയതാണ്. പക്ഷേ ചില വൈകലുകൾ അവിടെ നടക്കുന്നുണ്ട്, കാര്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മഴ ഒരു പ്രതികൂല ഘടകമായി അവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തണം, ആ രീതിയിൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തണം എന്നുള്ള ആവശ്യമാണ് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന അപകടമാണ്. ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. തുടക്കത്തിൽ മുതൽ തന്നെ ഈ പരാതി അർജുനെ കാണാതായതുമായി ബന്ധപ്പെട്ട പരാതി ഈ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ നൽകിയതാണ്. പക്ഷേ ഇപ്പോഴും ഒരു മിസ്സിംഗ് കേസ് പോലും എടുക്കാൻ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് തയ്യാറായിട്ടില്ല എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഏതായാലും ഒരു വൈകലിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്, ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കുടുംബത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും പ്രാദേശികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും അത്തരം കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഈ ഭാരത് ബെൻസ് അറിയിച്ചതനുസരിച്ച് ആ വാഹനത്തിന്റെ ഈ അർജുൻ സഞ്ചരിച്ച വാഹനത്തിന്റെ കുടുങ്ങിക്കിടന്നു എന്ന് സംശയിക്കുന്ന വാഹനത്തിന്റെ എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്, പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമാണ്. എയർ കണ്ടീഷൻ ഉൾപ്പെടെ ഇപ്പോൾ MK രാഘവൻ MP കൂടി ഈ വീട്ടിലേക്ക്, കണ്ണാടിക്കലുള്ള വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. MK രാഘവൻ MP നേരത്തെ തന്നെ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയതാണ് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ആ രീതിയിലുള്ള ഇടപെടലുകളും നടത്തുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ MK രാഘവൻ MP വ്യക്തമാക്കിയതാണ്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കുടുംബവുമായി അദ്ദേഹം സംസാരിക്കുകയാണ്, പ്രശ്നങ്ങൾ കേൾക്കുകയാണ്. കൂടുതൽ ഇടപെടലുകൾ, ആ രീതിയിലുള്ള സമ്മർദ്ദ ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുന്റെ വീട്ടിൽ ഇപ്പോൾ MK രാഘവൻ MPയും എത്തിയിട്ടുണ്ട്. തോട്ടത്തിൽ രവീന്ദ്രൻ MLAയും അവിടെ എത്തി വീട്ടുകാരുമായി സംസാരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും വീട്ടുകാർക്ക് ശക്തമായ പരാതി തന്നെയാണുള്ളത്. അതിലൊരു പുരോഗതിയുമില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. ബന്ധുക്കളും അതുപോലെ തന്നെ ഈ അർജുൻ ഓടിച്ച വാഹനത്തിന്റെ ഉടമ മനാഫ് അടക്കമുള്ളവർ ആ സ്ഥലത്ത് തന്നെയുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വീട്ടുകാർക്ക് എത്തിച്ചു നൽകുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് NDRF സംഘം ഇപ്പോഴും അർജുൻ കുടുങ്ങിക്കിടക്കുന്ന ഭാഗത്തേക്ക് തെരച്ചിൽ തുടങ്ങിയിട്ടില്ല എന്നാണ്. ഉത്തര കന്നഡ SP പ്രതികരിച്ചിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല IAS ഉദ്യോഗസ്ഥരുമൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. കാര്യക്ഷമമായി തെരച്ചിൽ മുന്നോട്ട് പോകുന്നുവെന്നാണ് അവർ പറയുന്നത്. എങ്കിലും ഫലപ്രദമായ നീക്കം അവിടെ നിന്ന് കാണാൻ കഴിയുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിനുടമ മനാഫും പറയുന്നത്. അരുൺ പൂപ്രമ്പയുണ്ട് പുതിയ വിവരങ്ങൾ നൽകാൻ ബംഗളൂരുവിൽ നിന്ന്. അരുൺ, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാണോ? എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത്? വേണു, ഇപ്പോൾ നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നിലവിൽ അവിടെ ഈ JCB ഉപയോഗിച്ച് ഈ മണ്ണും ചളിയും നീക്കം ചെയ്യാനുള്ള ശ്രമം മാത്രമാണ്, ആ രീതിയിലുള്ള പരിശ്രമം മാത്രമാണ്
അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. NDRFന്റെയും പോലീസിന്റെയും തെരച്ചിൽ നിലവിൽ ഈ കൂനയിലോ അല്ലെങ്കിൽ ഈ മണ്ണ് നീക്കം ചെയ്ത് അവരുടെ ഒരു തെരച്ചിലും ഇപ്പോൾ നിലവിൽ അവിടെ നടക്കുന്നില്ല. ഈ NDRFും പോലീസ് സംഘവും നിലവിൽ ഈ ഗംഗാവതി പുഴയുടെ ഒരു മറുവശത്താണ്, ആ മേഖലയിലാണ് ഉള്ളത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ അർജുനെ കാണാതായി എന്ന് പറയുന്ന ആ കൃത്യമായി, അതായത് ഈ GPS ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് ഒരു തരത്തിലുള്ള തെരച്ചിൽ നടത്തുന്നില്ല എന്ന കാര്യം നിലവിൽ വ്യക്തമാണ്. ഇപ്പോൾ അതിന്റെ തൊട്ട് മറുവശത്ത് ഒരു JCBകൾ 3-4 JCBകൾ ഉപയോഗിച്ച് അവിടെയുള്ള ചെളിയും മണ്ണുമാണ് നീക്കം ചെയ്യുന്നത്. ആ JCB പോലും തൊട്ടപ്പുറത്തേക്കുള്ള വശത്തേക്ക് എത്തി ഈ മണ്ണ് നീക്കം, അതായത് ഈ അർജുനെ കാണാതായി എന്ന് നമ്മൾ കരുതുന്ന ആ സ്ഥലത്ത് എത്തിയുള്ളൊരു മണ്ണ് നീക്കം ചെയ്യുകയോ രക്ഷാപ്രവർത്തനമോ ഇപ്പോൾ നടക്കുന്നില്ല. NDRF സംഘം അങ്ങോട്ട് പോയിട്ടേ ഇല്ല എന്ന് നമുക്ക് പ്രാദേശികമായി അവിടുന്ന് ലഭിക്കുന്ന വിവരമാണ്. എന്തായാലും ഇപ്പോൾ ഉത്തര കന്നഡ SP ഉൾപ്പെടെ ആ സ്ഥലത്തുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി എന്തായിരിക്കും അടുത്തതായി ഇപ്പോൾ നിലവിലെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ അവിടെയുണ്ട്. തൊട്ടരികിലുള്ള ഈ ഗംഗാവതി പുഴ നിറഞ്ഞൊഴുകിയിരിക്കുന്നു എന്ന കാര്യം ഉണ്ട്. അതായത് കഴിഞ്ഞ കുറേ ദിവസമായി ശക്തമായ മഴയുണ്ട്. ഈ മഴ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. നേരിട്ടിറങ്ങിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പ്രതികൂലമായി അത് ബാധിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. എങ്കിൽ പോലും ഈ അർജുനെ കാണാതായി എന്ന് പറയുന്ന സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കും. അവർ നേരത്തെ ബന്ധുക്കൾ പറഞ്ഞതുപോലെ തന്നെ ആ മണ്ണ് നീക്കം ചെയ്താൽ കൂടുതൽ, അതായത് അത് റോഡിൽ നിന്ന് കുറച്ചുകൂടി, ഈ ദേശീയപാതയിൽ നിന്ന് കുറച്ചുകൂടി മാറിയിട്ടാണ് ഈ നിലവിൽ ഈ GPS ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ മണ്ണ് ഉള്ളത്. അവിടുന്ന് ആ മണ്ണ് നീക്കം ചെയ്താൽ ആ കുന്ന് വീണ്ടും ഇടിയും എന്ന ഒരു ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ അത് നീക്കാതെ ഇപ്പോൾ ഈ നിലവിൽ ഇപ്പുറത്തെ വശത്ത് മാത്രം മണ്ണും ചളിയും നീക്കിയിട്ടുള്ള ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ നിലവിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വ്യക്തമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇനിയിപ്പോൾ ഉന്നത സംഘം, അവിടെ പോലീസ് സംഘം, ഈ ജില്ലാ കളക്ടർ ഉൾപ്പെടെ അവിടെ എത്തിയതിനു ശേഷം ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന കാര്യമാണ് നമ്മൾ നോക്കുന്നത്. വേണു, അർജുൻ, ഇപ്പോൾ വണ്ടിയുടെ ഉടമ മനാഫ് പറയുന്നുണ്ടായിരുന്നു ആ ഭാഗത്ത് ഇപ്പോഴും തെരച്ചിലൊന്നുമില്ല എന്ന്. പക്ഷേ ചില ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ GPS കാണിക്കുന്നത് ഈ മണ്ണിനടിയിൽപ്പെട്ട് വണ്ടി കിടക്കുന്നു എന്നാണെങ്കിൽ പോലും ഈ ഗംഗാവതി പുഴയിൽ മുങ്ങിപ്പോകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ടോ ഈ തെരച്ചിലിൽ? വേണു, തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ നിലവിൽ NDRF സംഘം ഉള്ളത്, അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഗംഗാവതി പുഴയുടെ ഒരു വശത്താണ് അവർ ഉള്ളത്. നമ്മൾ അവിടുന്ന് പ്രാദേശികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. അവിടെ ഒരു പുഴയുടെ ഒരു വശത്താണ് ഈ പോലീസും അതോടൊപ്പം തന്നെ NDRF സംഘവും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നിലവിൽ ഈ അർജുനെ കാണാതെ ഈ GPS ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് അത് അവിടെ വലിയൊരു മൺകൂനയാണ്. അവിടെ അതിന് തൊട്ടരികിൽ മറുവശത്ത് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണ് നടക്കുന്നത്. ഒരു പക്ഷേ അവർക്ക് ഈ ഇത്തരത്തിൽ, അതായത് നേരത്തെ തന്നെ ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് അകപ്പെട്ടിട്ടുള്ളവരുടെ മൃതദേഹം ഈ പുഴയോരത്ത് വെച്ച് കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ വലിയ മണ്ണിടിച്ചിലാണ്, അതാദ്യം നമ്മൾ പറയണം. അത് ഒരു വലിയ കുന്ന് തന്നെ ഇടിഞ്ഞു വീണ് അതിൽ വലിയ ആഘാതമുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അത്തരത്തിൽ പുഴയിലേക്ക് ഒഴുകി പോകുക അല്ലെങ്കിൽ ഈ പുഴയിൽ അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 4 മൃതദേഹങ്ങൾ, നിലവിൽ 12 പേരുടെ മൃതദേഹമാണ് ഈ അപകടത്തെ തുടർന്ന് കണ്ടെത്തിയിട്ടുള്ളത്.